കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കൊന്നു. പൂതക്കുളം സ്വദേശി പ്രീത, ശ്രീനന്ദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ മകൻ ശ്രീരാഗിനെ കൊട്ടിയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശ്രീജുവിന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ്. ലിജോ റോളൻസ് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ലിജോ, എന്താണ് ഈ സംഭവം? നിഷാദെ, കൊല്ലം പരവൂർ പൂതക്കുളത്താണ് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവം നടന്നത്. പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഭാര്യയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഈ മകനെയും കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തിയിരുന്നു. അതായത് ഈ ആദ്യം ഇവർക്ക് വിഷം നൽകുകയും അതിനുശേഷം ഇവരുടെ കഴുത്തിലെയും കയ്യിലെയും ഞരമ്പുകൾ മുറിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് 39 വയസ്സുള്ള പ്രീതയും 14 വയസ്സുള്ള മകൾ ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത്. ഈ പ്രീത ഒരു RD ഏജന്റായി സഹകരണ ബാങ്കിൽ ഒരു RD സ്റ്റാഫായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് കടന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവർക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഇത്തരത്തിൽ ഒരു അതിദാരുണ ഒരു ക്രൂരമായ സംഭവത്തിലേക്ക് നയിക്കാൻ തക്കതായിരുന്നു എന്നുള്ള കാര്യമല്ല ഇനി പോലീസ് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ തന്നെ പരിക്കേറ്റിരിക്കുന്ന കഴുത്തിലും അതോടൊപ്പം തന്നെ കയ്യിലും പരിക്കേറ്റിരിക്കുന്ന മകൻ ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശ്രീജുവിനെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ആദ്യം കൊല്ലത്തെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെയും ഇയാൾ ഒരു ആത്മഹത്യയ്ക്ക് ഒരു ശ്രമം നടത്തിയതായി പറയുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ മരണവിവരം പുറത്തറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 8 മണിയോടുകൂടെ ഈ വീട്ടിലെ വാതിലുകളൊന്നും തുറക്കാത്തതിനെ തുടർന്ന് ഒരു ബന്ധു വീട്ടിലേക്ക് വന്ന് പരിശോധന നടത്തുമ്പോൾ ഒരു ജനൽ തുറന്നു ഉണ്ടായിരുന്നു. ആ ജനലിലൂടെ നോക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെയും മറ്റു നാട്ടുകാരെയും മെമ്പറേക്ക് വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2 പേർ അപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2 പേർക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഉടനെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി ലിജോ, വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.